ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെയ്ക്കും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. അതേ നമ്മുടെ അമ്മൂസും മച്ചൂസും സ്കൂളിൽ പോവാണ്. അവരുടെ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ കാണാനുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അമ്മൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇക്കൊല്ലം എന്നിട്ട് നമ്മുടെ വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി അവൾക്കുണ്ട്. അങ്ങനെ അവർ നമ്മളെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ. കടുത്ത വേനലെല്ലാം മാറി കാലവർഷം എത്തിയില്ലേ. ഒപ്പം പതിവ് പോലെ പുതിയൊരു അധ്യയന വർഷവും. പുതിയ ക്ലാസ്, പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ, പുതിയ പുസ്തകങ്ങൾ, അങ്ങനെ എല്ലാവരെയും ആവേശത്തിലാക്കി ഒരു പുതിയ കാൽവെപ്പ്. അറിവിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആ ലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പം ഞാനും സച്ചുത റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിലൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നന്നായി മഴ പെയ്തായിരുന്നു. അത് കാരണം കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ ബസ് വന്ന് ബസ്സിൽ കയറുന്നൊരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ കൊച്ചിനെ പിടിച്ചിട്ടുള്ള കാരണം നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. അവിടെ പ്രാർത്ഥനയോട് കൂടിയിട്ട് പരിപാടികളെല്ലാം ആരംഭിച്ചു. പിന്നെ നമ്മുടെ HM ടീച്ചർ ഇവിടെ നിന്ന് സ്ഥലം മാറി പോവാണ് കേട്ടോ ഈ സ്കൂളിൽ. പിന്നെ പ്രസിഡൻറ്റും PTA പ്രസിഡൻറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ സ്വാഗതം ചെയ്തിട്ടോ. കുട്ടികൾക്കാണെങ്കിൽ അവരെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. പിന്നെ പുതിയ ക്ലാസ് റൂം, പുതിയ അധ്യാപകർ, ഇവരൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തിലിട്ടോ. അമ്മൂൻ്റെ കൂട്ടുകാരികളെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഒട്ടനവധി കുട്ടികളുണ്ട് കേട്ടോ ഇക്കൊല്ലം നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായിട്ട്. എല്ലാവരുടെ മുഖത്തും ഒരു പുഞ്ചിരിയാണ്. അതിൻ്റെ രഹസ്യം എന്താണെന്നറിയൂ, നമ്മുടെ സ്കൂളിലേക്ക് ടീച്ചർമാർ തന്നെയാണ് കേട്ടോ. എല്ലാ കുട്ടികളോടും ഒരേ രീതിയിലാണ് സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളെല്ലാം ഈ ടീച്ചർമാർ കാണിക്കുന്നത് കേട്ടോ. അത് തന്നെയാണ് ആ കുട്ടികളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയുടെ രഹസ്യം കേട്ടോ. പിന്നെ UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ബലൂൺ കൊടുത്ത് അവരെ സ്വാഗതം ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് UKGയിലെ ടീച്ചർ അവരോട് പറയാണ്, പുതിയ ടീച്ചറാണ് ഈ നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ കുറുമ്പൊന്നും കാണിക്കരുത്, നല്ല കുട്ടികളായി നല്ല രീതിയിൽ പഠിക്കണം, ഇനി ആർക്കും ഉച്ചയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അമ്മൂൻ്റെ കിളിയൊക്കെ പോയിട്ടോ. അയ്യോ, ഇനി ഉച്ചയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ലേ എന്നുള്ളൊരു ധാരണയിലാണ് അവൾ അവിടെ ഇരിക്കണേ കേട്ടോ. അന്തം പോയെന്ന് പറയാലോ, ആ ഒരു അവസ്ഥയിലാണ് അമ്മൂസ് അവിടെ ഇരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു, നമുക്കിനി വരിയായിട്ട് 1ാം ക്ലാസ്സിലേക്ക് പോകണം, അപ്പോൾ നല്ല കുട്ടികളായിട്ട് അവിടെ ഇരുന്ന് പഠിക്കണം, ഇനി ടീച്ചർക്ക് പുതിയ കുട്ടികൾ വരും, നമുക്കിനി ഇവിടെ വെച്ചൊക്കെ കാണാം എന്നൊക്കെ പറയുമ്പോൾ അമ്മൂസാകെ കിളി പോയ പോലെയാണ് ഇരിക്കണേ. പിന്നെ ടീച്ചർ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി എല്ലാ കുട്ടികളെയും 1ാം ക്ലാസ്സിലേക്ക് യാത്രയാക്കി കേട്ടോ. അമ്മൂസ് നമ്മൾ നോക്കിയാണ് കേട്ടോ പോണത്. 1ാം ക്ലാസ്സിലത്തെ ടീച്ചർ അവരെയും കാത്തിട്ട് അവിടെ വാതിൽക്ക തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ടീച്ചർ പറഞ്ഞു, ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം എല്ലാവരും ക്ലാസ്സിലേക്ക് കയറി വരാൻ, ആരും കരയാനോ സങ്കടപ്പെടാനോ ഒന്നിനും പാടില്ല, നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്നും ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ടീച്ചർ അവരെ സ്വാഗതം ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മൂസിൻ്റെ ക്ലാസ് റൂം. അങ്ങനെ അമ്മൂസിനെ നമ്മൾ ക്ലാസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവനൂസിനെ UKGയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ പോയിട്ടോ. അവൾ LKGയിലായിരുന്നു, അപ്പോൾ അവൾക്ക് ഇനി UKGയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ടീച്ചർമാർ ഒരു മരമൊക്കെ വരച്ച് അതുമായി ഡബിൾ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഒരു വൃക്ഷം ഉണ്ടാക്കിയൊക്കെയാണ് കേട്ടോ പിള്ളേരെ കൊണ്ട്. അവരുടെ പേരുകളാണ് ആ വൃക്ഷത്തിലെ ഇലകളായിട്ട് വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവാനി UKGയിൽ നിന്ന് LKGയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പുതിയ കൂട്ടുകാരെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും അമ്മൂസ് 1ാം ക്ലാസ്സിലേക്ക് പോയതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ ഇവാനി ഇരിക്കുന്നത്. അങ്ങനെ ഇവാനിയെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് ഇരുത്തിയിട്ട് പതുക്കെ നമ്മൾ അവിടെ നിന്ന് അച്ഛൻ്റെ ക്ലാസ്സിലേക്ക് പോയിട്ടോ. അവനെന്താ അവിടെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ആൾ നല്ല സൈലൻ്റായിട്ട് ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് അവൻ്റെ പുതിയ ക്ലാസ് റൂം. പിന്നെ നമ്മുടെ സ്കൂളിലത്തെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് യൂണിഫോമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 പേരുടെയും യൂണിഫോം കളക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. അവധിക്കാലത്ത് ഉറങ്ങിപ്പോയ ഈ വിദ്യാലയം ഇന്ന് വീണ്ടും കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും കളിച്ചിരികളും പങ്കുവയ്ക്കലുകളുമായി ആഘോഷത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാവാൻ കാരണം ഈ കുഞ്ഞുമക്കൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇവനൂസിനെയും സച്ചൂസിനെയും ഒക്കെ കൂട്ടി അമ്മൂസും മച്ചൂസും സ്കൂൾ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ സച്ചുവിനെയും ഇവാനീനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ റിച്ചാർഡിൻ്റെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അവൻ 5ലായി കേട്ടോ. അത് കാരണമാണ് ആശേരിക്കാട് സ്കൂളിൽ ഇവിടെ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന കാര്യം അവൻ അറിയില്ല. അപ്പോൾ നല്ലൊരു സർപ്രൈസായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. റിച്ച് അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ എന്താണ് സംഭവം, ഇതൊന്നും നമുക്കറിയില്ല. അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയത്തുള്ളൂ അവിടെ എന്താണ് നടക്കുന്നതെന്ന് തന്നെ കേട്ടോ.
പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ അവരെല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അതേ നമ്മുടെ റിച്ചേടെ ഇതവിടെ ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. നമ്മളെ കണ്ട വഴിക്ക് ഞെട്ടി കേട്ടോ. നിങ്ങളെന്താണ് ഇവിടെ എന്നുള്ളൊരു മട്ടിലായിരുന്നു അവൻ ചോദിച്ചതൊക്കെ. പിന്നെ ഇവിടുത്തെ പ്രവേശനോത്സവത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലും അതിലേറെ സങ്കടവുമുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അറിഞ്ഞിരുന്ന പോലെ തന്നെ ആശാരിക്കാട് സ്കൂളിലത്തെ ഒരു കുട്ടിയാണ് കേട്ടോ കഴിഞ്ഞ മഴയിൽ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ലവ് യു, ബൈ.